നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് ആളുകളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. അപ്പോൾ അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന തെറ്റാണോ എന്നുള്ളത്. അത് തെറ്റല്ലേ? എന്തിനാണ് കല്ലിനെ പൂജിക്കുന്നത്? ഇങ്ങനെ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം വന്ന് നിൽക്കുന്നത്, ശിവാരാധന തന്നെ രണ്ട് രീതിയിലുണ്ട്. ശിവലിംഗാരാധനയുമുണ്ട്, ശിവനെ വിഗ്രഹമായി കണ്ടുകൊണ്ടുള്ള രീതിയുണ്ട്. അപ്പോൾ ആ രണ്ട് ആരാധനയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അതെന്താണ്? വൈഷ്ണവാരാധന ശിവാരാധനയ്ക്കൊരു ബദലാണ്. ഇതാണ് ചോദ്യം. അപ്പം നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറയുന്നത് ആൻസർ സത്യമാണെങ്കിൽ, ധർമ്മമാണെങ്കിൽ, നീതിയാണെങ്കിൽ, നിങ്ങളുടെ ബോധത്തിന് നിരക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ഇത് ഷെയർ ചെയ്യപ്പെടേണ്ടതുണ്ട്. അന്ധവിശ്വാസങ്ങളെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വിഗ്രഹാരാധന തെറ്റാണോ എന്നുള്ളത്. അപ്പം നമ്മൾ എന്തിനേയും ആരാധിക്കാം, തെറ്റല്ല. പക്ഷെ അത് അർത്ഥത്തെ അറിഞ്ഞുകൊണ്ടുള്ള ആരാധനയായിരിക്കണം. വിഗ്രഹിച്ച് അർത്ഥത്തെ അറിഞ്ഞുകൊണ്ടുള്ള ആരാധനയാണെങ്കിൽ വിഗ്രഹാരാധന തെറ്റല്ല. പക്ഷേ ആ വിഗ്രഹത്തെ വിഗ്രഹിക്കുവാനുള്ള കഴിവ് നമുക്ക് ഇല്ല എങ്കിൽ ആ ആരാധന കൊണ്ട് ഒരു അർത്ഥവുമില്ല. ഏത് ദേവസങ്കല്പങ്ങളായാലും, അത് ഏത് രാജ്യത്തായാലും, ഏത് മതസ്ഥരുടേതായാലും, ഏത് രീതിയിലുള്ളതായാലും, ആ വിഗ്രഹിച്ച് അർത്ഥത്തെ ഗ്രഹിക്കുവാൻ മുഴുവൻ സംശയങ്ങളെയും ദൂരീകരിച്ച് അതിൻ്റെ അർത്ഥത്തെ പറഞ്ഞുകൊടുത്ത് അനർത്ഥത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണ് എങ്കിൽ ആ വിഗ്രഹാരാധന തെറ്റല്ല. ആദ്യത്തെ അക്ഷരങ്ങളാണ്, അനശ്വരമായിട്ടുള്ള അക്ഷരങ്ങൾ തന്നെയാണ് വിഗ്രഹങ്ങൾ. ആ വിഗ്രഹത്തെ കാണുന്ന മാത്രയിൽ തന്നെ അതിൻ്റെ അർത്ഥത്തെ, അവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്ന ആ വിഗ്രഹത്തിൻ്റെ അർത്ഥത്തെ ഗ്രഹിക്കുവാനുള്ള ശേഷി, അതാണ് നമ്മൾ വീണ്ടെടുക്കേണ്ടത്. ആ ശേഷിയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഇപ്പോൾ ശിവൻ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഉത്തരം ശവമല്ലാത്തത് എന്തും ശിവൻ എന്നാണ്. അതൊരു ഉത്തരമാണ്, അതൊരു ഉത്തരമല്ല. വിഗ്രഹിക്കുവാനുള്ള ശേഷി നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിന് പ്രണവവേദം മാത്രമാണ് ആശ്രയം. ആ പ്രണവവേദത്തിലൂടെ നമുക്കിതിനെ വിഗ്രഹിക്കുവാൻ കഴിയും. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം, കല്ലിനെ ആരാധിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. കല്ലിനെ ആരാധിക്കുന്നത് അന്ധവിശ്വാസമല്ലേ, അത് അനാചാരമല്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സ്ഥൂലമായിരിക്കുന്ന പ്രത്യക്ഷ കണമായിരിക്കുന്ന മറ്റൊന്നും ഇല്ല പ്രപഞ്ചത്തിൽ. ഈ മണ്ണല്ലാതെ മറ്റൊന്നും പ്രത്യക്ഷ കണമായിട്ടുള്ളതില്ല. മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്നതിൽ ഈ മണ്ണെന്ന് പറയുന്നതാണ് സ്ഥൂലകണം, പ്രത്യക്ഷ കണം. താമസത്തിന് കാരണമായിരിക്കുന്ന ഗുണം, നമ്മളുടെ ശരീരത്തിന് കാരണമായിരിക്കുന്ന, നമ്മുടെ ശൈവശക്തിക്ക്, ശരീരശക്തിക്ക് കാരണമായിരിക്കുന്ന കണമാണ് ഈ സ്ഥൂലകണമായ മണ്ണ്. അതാണ് നമ്മളെ അടയാളപ്പെടുത്തുന്നത്. അതാണ് ലിംഗകാരണമായ കണം. നമ്മളുടെ ശരീരത്തെ തിരിച്ചറിയുന്നതിന് കാരണമായിരിക്കുന്ന, ഒരു സ്ഥലത്തെ തിരിച്ചറിയുന്നതിന് കാരണമായിരിക്കുന്ന, ഏതൊരു വസ്തുവിനെയും തിരിച്ചറിയുന്നതിന് കാരണം അതിൻ്റെ സ്ഥൂല സ്വഭാവമാണ്. ഇല്ലെങ്കിലോ കാരണ സൂക്ഷ്മ കണങ്ങളെ പോലെയല്ല സ്ഥൂല കണം. സ്ഥൂല കണത്തിനെ മാത്രമാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആ തിരിച്ചറിയുവാൻ കഴിവുള്ള ആ കണത്തെയാണ്, നമ്മുടെ ശരീരത്തിന്, നമ്മളെയെല്ലാം പരസ്പരം തിരിച്ചറിയാൻ കാരണമായിരിക്കുന്ന ആ വൈഭവമുണ്ടല്ലോ, ഈ മണ്ണിൻ്റെ ആ വൈഭവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മണ്ണിന് 5 ഗുണങ്ങളുണ്ട്. അതിന് ആകാശം സമ്മാനിച്ച ആകാരം എന്ന് പറയുന്ന ഗുണമുണ്ട്. കല്ലിന് ആകാശത്തിൻ്റെ ഗുണമാണ് ആകാരം എന്ന് പറയുന്ന ഗുണം. രണ്ടാമത്തെ ഗുണം എന്താണ് ഒരു കല്ലിൻ്റെ? ആ കല്ലിൻ്റെ രണ്ടാമത്തെ ഗുണം വായു സമ്മാനിച്ച ഗുണമാണ്. അതിന് സ്പർശ ഗുണമുണ്ട്. അത് കഴിഞ്ഞാൽ കല്ലിന് അഗ്നി സമ്മാനിച്ച ദൃശ്യഗുണമുണ്ട്. ജലം സമ്മാനിച്ച രസഗുണമുണ്ട് കല്ലിന്. സ്വയം അത് ആർജിച്ചെടുത്ത 5ാമത്തെ ഗുണമുണ്ട്, അതിന് ഗന്ധഗുണമുണ്ട്. അപ്പോൾ ഈ കല്ലെന്ന് പറയുന്നത് വെറും ഒരു കല്ലല്ല. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്ന 5 ഗുണങ്ങളും പേറി നിൽക്കുന്നതാണ് ഒരു സാധാരണ കല്ല് എന്ന് പറയുന്നത്. ഇതിനെ അല്ലാതെ മറ്റെന്തിനെയാണ് നമുക്ക് കണ്ടാരാധിക്കാൻ പറ്റുന്നത്? പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നത് എന്താണുള്ളത്?
എന്തിനെയാണ് പ്രത്യക്ഷത്തിൽ സ്ഥായിയായിട്ട് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്നത്? എന്താണ്? ഈ ശിലകളെയല്ലാതെ അല്ലേ? ഈ 5 ഗുണവും പേര് നിൽക്കുന്ന നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് സ്പർശം, രസം, ഗന്ധം, രൂപം, ശ്രവണം എന്ന് പറയുന്ന 5 ഗുണങ്ങളെയും പേറുന്ന ആ കല്ലിനെ ആരാധിക്കാതെ നമ്മൾ എന്ത് ചെയ്യും? അറിവുള്ളവർ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുമ്പോൾ ആ അറിഞ്ഞവർ ഈ കല്ലിനെ ആരാധിക്കേണ്ടി വരും. കാരണം നമ്മളുടെ ശരീരത്തിന് നമുക്ക് ലിംഗകാരണമായിരിക്കുന്ന പ്രോട്ടോണിൻ്റെ വൈഭവമാണ് ഈ ശൈവശക്തിയായിരിക്കുന്ന ഈ ശിലകൾ. ഈ മണ്ണാണ് പ്രോട്ടോണിലെ ലിംഗഭേദത്തെ കൽപ്പിക്കുവാൻ ശേഷിയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന കല്ലിനെ നമുക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റും? നമ്മൾ ഈ കല്ലിനെയും മണ്ണിനെയും ആരാധിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് നിൽക്കാനുള്ള സ്പേസ് എവിടെയാണുള്ളത്? നമുക്ക് എവിടെ നിൽക്കാൻ കഴിയും? ഈ മണ്ണിൽ നിന്ന് ആർജിച്ച നമ്മുടെ ശരീരം പിന്നെയുണ്ടോ? ഉണ്ടോ? നമ്മൾ നമ്മളുടെ ശരീരത്തെയല്ല ആരാധിക്കുന്നത് എങ്കിലേ ശരീരം ഉപേക്ഷിക്കുക. നമ്മൾ ഈ മണ്ണിനെ ആരാധിക്കുന്നില്ല, നമ്മൾ ഈ മണ്ണിനോട് ഇഷ്ടമല്ല, ഈ കല്ലിനെ നമുക്ക് ആരാധിക്കാൻ കൊള്ളില്ലാത്തതാണെങ്കിൽ ഈ മണ്ണിനെ നമ്മൾ ഉപേക്ഷിക്കുക. നമ്മളുടെ ശരീരത്തെ, ശൈവശക്തിയെ ആരാധിക്കാൻ കൊള്ളാത്തതാണെങ്കിൽ നമ്മളുടെ ശരീരം ഉപേക്ഷിക്കുക. ഇതിനൊന്നും കഴിയില്ലല്ലോ. നമുക്ക് കഴിയുമോ? കഴിയില്ല. അപ്പോൾ നമ്മൾ ആരാധിക്കട്ടെ. ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷണത്തിൻ്റെ പരമമായ അവസ്ഥയാണ് ആരാധന. അത് മാത്രമാണ് ആരാധന. അത് അർത്ഥത്തെ അറിഞ്ഞാകുമ്പോൾ അനർത്ഥങ്ങളെ ഇല്ലാതാക്കാൻ അത് തന്നെ ധാരാളമാണ്. അർത്ഥത്തിലേക്ക് തിരിച്ചു വരികയാണ് വേണ്ടത്, സകല അനർത്ഥങ്ങളെയും നീക്കുവാനായിട്ട്. ഇപ്പോൾ സാധാരണ ഒരു കല്ല് എന്ന് പറഞ്ഞാൽ ആ കല്ലിന് ആകാശത്തിൻ്റെ ഗുണമുണ്ട്, ആകാരം എന്ന് പറയുന്ന ഗുണമുണ്ട്, വായു സമ്മാനിച്ച സ്പർശ ഗുണമുണ്ട്, അഗ്നി സമ്മാനിച്ച ദൃശ്യ ഗുണമുണ്ട്, ജലം സമ്മാനിച്ച രസഗുണമുണ്ട്, അത് സ്വയം ആർജിച്ചെടുത്ത ഗന്ധഗുണമെന്ന് പറയുന്ന ഗുണമുണ്ട്. ഈ 5 ഗുണങ്ങളുമാണ് നമ്മളിലുള്ളത്. ആ കല്ലിനെ ആരാധിക്കുന്നത് തെറ്റാണെങ്കിൽ നമ്മളുടെ ശരീരത്തെ തന്നെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും, ഇല്ലേ? ആ ശൈവശക്തിയെ നമുക്ക് ആരാധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളുടെ ശരീരശക്തിയെ എങ്ങനെയാണ് നമുക്ക് ആരാധിക്കാൻ കഴിയുക, ഇല്ലേ? അപ്പോൾ അതാണ് ആരാധനയുടെ ആ വൈഭവം, ആരാധനയുടെ അടിസ്ഥാന തത്വം. ശിവനെ ആരാധിക്കണമെങ്കിൽ വിഗ്രഹം തന്നെ ആവശ്യമില്ല. കാരണം എന്താണ്? ഈ ഭൂമി തന്നെയാണ് ശിവൻ. ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന ഈ ശൈവശക്തി തന്നെയാണ് ശിവൻ. അതുകൊണ്ട് ആ ശിവൻ തന്നെയാണ് ആ കല്ല്, ആ ശൈവശക്തി തന്നെയാണ് ആ ശില. അപ്പോൾ അതിനെ ആരാധിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിനെ വെറുക്കുന്നവർ വെറുക്കട്ടെ, ഭൂമി എല്ലാവരും ഉപേക്ഷിക്കട്ടെ, നമ്മളുടെ ശരീരം എല്ലാവരും വെടിയട്ടെ. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.